അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള മുഅ്മിനുകളെ, അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയൊരനുഗ്രഹമാണ് ഭക്ഷണം. അത് ഭക്ഷണം മുമ്പിൽ വെച്ചാൽ അത് കഴിക്കാൻ പറ്റുക എന്നതും വലിയൊരനുഗ്രഹമാണ്. ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റില്ല, എല്ലാ രുചികരമായതും നമുക്ക് കഴിക്കാൻ പറ്റില്ല. മറിച്ച് ബിസ്മി കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്നത് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. ഇത് വലിയൊരു പോയിന്റാണ്. ഏതൊരു ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് വേണം നമ്മൾ കഴിക്കാൻ. അഥവാ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുടങ്ങുമ്പോൾ അത് ഓർമ്മയില്ല, ബിസ്മി ചൊല്ലാൻ മറന്നുപോയി, എന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് നമ്മൾ ഓർമ്മ വരുന്ന സമയത്ത് ചൊല്ലണം. കുറേ ആളുകൾ ഒന്നിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കെല്ലാം അത് മതിയാവും എന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാകുന്ന ഭക്ഷണം അത് വായലിടണം, ഇടാൻ കഴിവ് വേണം, കൈ ഉയർത്താൻ കഴിവ് വേണം. അത് വായക്കകത്തിട്ട് കഴിഞ്ഞാൽ അത് ചവച്ചരക്കാൻ പല്ലുകൾ വേണം, ഉമനീര് വേണം, നാവ് വേണം, ഇതൊക്കെ ആവശ്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം അരച്ച് ശരിയായി അത് തൊണ്ടയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു പ്രഷർ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്ന ഒന്നുമല്ല, നമ്മൾ അറിയാതെ അത് ദഹനത്തിലേക്കും മറ്റുമൊക്കെ പോകുന്നു. ഇവിടെയൊക്കെയും രാജാതിരാജനായ പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, നിങ്ങൾ ബിസ്മി കൊണ്ട് ആരംഭിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ കൊണ്ട്, മഹത്തായ പേരുകൊണ്ട്, ബിസ്മി കൊണ്ട് ബറക്കത്തെടുത്ത് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ തന്നെ വേണം കഴിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവർ എന്നല്ലേ നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുകയും, ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കഴിച്ച് തീർന്ന് അൽഹംദുലില്ലാഹ് അത് അവസാനിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയലും പ്രത്യേകം സുന്നത്താണ്. അൽഹംദുലില്ലാഹില്ലദി അത്അമനി ഹാദാ വർസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഭക്ഷണത്തെ ചവച്ചരച്ച് തൊണ്ടയിലേക്കിട്ട് അതങ്ങനെ താഴോട്ട് പോയി കാര്യങ്ങളൊക്കെ അതിൻ്റെ ലെവലിൽ നടക്കുന്നു. ഇതെല്ലാം നടത്തിത്തരുന്ന, തൊണ്ടയിൽ കുടുങ്ങിപ്പോവാതെ, അതല്ലെങ്കിൽ അന്നനാളത്തിൽ അത് ബ്ലോക്കായി പോയി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളില്ലാതെ സ്മൂത്തായി നമ്മുടെ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് എത്തിച്ചു എന്നത് രാജാതിരാജനായ പടച്ച തമ്പുരാനാണ്. ആ പടച്ച തമ്പുരാൻ അത് ചെയ്തല്ലോ, അൽഹംദുലില്ലാഹ്. ഇത്രയും രുചികരമായ ഭക്ഷണം എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാഹ്. ഈ ഭക്ഷണം എനിക്ക് വിശക്കുന്ന സമയത്ത് ഈ ഭക്ഷണം എനിക്ക് അള്ളാഹു നൽകിയല്ലോ, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഈ ഭക്ഷണം കിട്ടുന്നതിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം രാജാതിരാജനായ പടച്ച തമ്പുരാന്റെ കഴിവ് മാത്രമാണ്. ഇതങ്ങ് പ്രഖ്യാപിച്ചിട്ട് അൽഹംദുലില്ലാഹ്, മുഴുവനും എല്ലാ സ്തുതികളും ലില്ലാഹി, അള്ളാഹുവിനാണെന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ പറയലും പ്രത്യേകം സുന്നത്താണ്. ഈ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പാക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഭക്ഷണം എന്ന അനുഗ്രഹം നമുക്ക് അള്ളാഹു നൽകിയതാണ്. അത് കഴിച്ച് കഴിയാനും ദഹിക്കാനും ഇതിനൊക്കെ കഴിവ് തന്നത് പടച്ചവനാണ്. ഈ ഓർമ്മയോടുകൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. തുടങ്ങുമ്പം ബിസ്മിയോടുകൂടെ തുടങ്ങണം. ഈ കാര്യം അത് വലത് കൈ കൊണ്ടാവണം. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.